ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് അയൺ ഡോം. ഹമാസും ഹിസ്ബുള്ളയും തൊടുത്ത റോക്കറ്റുകളെ തടയുന്നതിനായും ഈ റോക്കറ്റുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ. ഇറാൻ ഇന്നലെ തൊടുത്തുവിട്ട അത്യുഗ്രശേഷിയുള്ള മിസൈലുകൾ മുതൽ ചെറിയ മിസൈലുകൾ വരെ ജനവാസ മേഖലയിൽ നിന്ന് 10 കിലോമീറ്റർ ഉയരത്തിൽ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കുകയാണ് ഈ അയൺ ഡോമുകൾ ചെയ്യുന്നത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇറാൻ 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായാണ് വിവരം. ഇതേ തുടർന്ന് രാജ്യത്തുടനീളം സൈറണുകൾ മുഴങ്ങുകയും പൗരന്മാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണിതെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ വ്യാപ്തിയും ശക്തിയും കൂടുതലായിരുന്നിട്ടും ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിന്റെ അയൺ ഡോമും വ്യോമ പ്രതിരോധ സംവിധാനവും തകർത്തെറിയുകയാണുണ്ടായത്. ഏപ്രിലിൽ നടന്ന ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ അയൺ ഡോം ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇത് പ്രധാനമായും ഇന്നലെ ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിലാണ് ഉപയോഗിച്ചത്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് ആരോ 2-3 എന്നിവയാണ് ഇസ്രായേലിന്റെ പ്രധാന പ്രതിരോധ സംവിധാനങ്ങൾ. US, ഇസ്രായേൽ സംയുക്തമായി നിർമ്മിച്ച ഡേവിഡ് സ്ലിംഗ് അയൺ ഡോമുകൾ ഉപയോഗിക്കുന്നത് ഹ്രസ്വദൂര മിസൈലുകളിൽ തുടങ്ങി ദീർഘദൂര റോക്കറ്റുകളും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും തടയുവാനാണ്. ആരോ 3-നേക്കാൾ കൂടുതൽ എത്താൻ കഴിയുന്ന US പാട്രിയറ്റ് സംവിധാനങ്ങളും ഇസ്രായേലിനുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് എത്താൻ കഴിയുന്ന തരത്തിലാണ് ദീർഘദൂര സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. US പിന്തുണയോടെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് 2011-ലാണ്. അതിനുശേഷം ഹമാസും ഹിസ്ബുള്ളയും വിക്ഷേപിച്ച ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിന്റെ അയൺ ഡോം തടഞ്ഞത്. രാജ്യത്തുടനീളം 10 അയൺ ഡോമുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റോക്കറ്റുകൾക്കെതിരെ നഗരത്തിനു ചുറ്റും ഇത് സംരക്ഷണം നൽകുന്നു. കപ്പലുകളും വിമാനവാഹിനികളും സംരക്ഷിക്കുന്നതിനായി 2017-ൽ അയൺ ഡോമിന്റെ നാവിക പതിപ്പും ഇസ്രായേൽ പുറത്തിറക്കിയിട്ടുണ്ട്.